അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. റബ്ബി ശ്റഹ് ലീ സദ്രീ വയസ്സിർ ലീ അംരീ വഹ്ലുൽ ഉഖ്ദത്തൻ മിൻ ലിസാനീ യഫ്ഖഹൂ ഖൗലീ. റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയെല്ലാം അല്ലാഹു അവൻ്റെ അനുഗ്രഹീത സ്വർഗത്തിൽ ഒത്തുകൂട്ടുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അനുഗ്രഹം നമ്മളിലേവർക്കും വർഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ഒരു ഹദീസ് മനസ്സിലാക്കാം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുതുബ നിർവഹിക്കാനായി മിമ്പറിൽ കയറുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ പടിയിൽ കാലുവെച്ചപ്പോൾ ആമീൻ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പടിയിലും കാലുവെച്ചപ്പോൾ ആമീൻ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ പടിയിലും കാലുവെച്ചപ്പോൾ ആമീൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഖുതുബ നിർവഹിച്ച് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ നിന്നും താഴെ ഇറങ്ങിയപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലുള്ളാഹ്, ഒരിക്കലും കേൾക്കാത്ത വിധത്തിൽ ആമീൻ 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 എന്ന് 3 തവണ പറഞ്ഞല്ലോ നബിയെ, അതിലുള്ള പൊരുൾ എന്താണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഹാബ, ആദ്യത്തെ പടിയിൽ ഞാൻ കാലുവെച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറയുകയുണ്ടായി, പരിശുദ്ധമായ റമളാൻ മാസം വന്നെത്തിയാൽ തൗബ ചെയ്ത് മടങ്ങാത്തവരെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും ദൂരെയായി പോകട്ടെ, അള്ളാഹു ശപിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമീൻ പറഞ്ഞു. അതാണ് ഞാൻ ആമീൻ പറയാനുള്ള കാരണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാൻ തൗബയുടെ മാസമാണ്, പാപമോചനത്തിൻ്റെ മാസമാണ്. അപ്പോൾ വർഷം മുഴുവൻ പാപഭംഗിലരായി കഴിയുന്ന മനുഷ്യർക്ക് പശ്ചാത്തപിച്ച് മടങ്ങാനും പാപം പൊറുപ്പിക്കാനുള്ള മാസമാണ് പരിശുദ്ധമായ റമളാൻ. അപ്പോൾ ആ റമളാൻ മാസത്തിൽ തൗബ ചെയ്ത് മടങ്ങാത്തവരെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും ദൂരെയായി പോകട്ടെ, അള്ളാഹു ശപിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമീൻ പറഞ്ഞു. സഹാബ, രണ്ടാമത്തെ പടിയിൽ ഞാൻ കാലുവെച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പറയുകയുണ്ടായി, ആരുടെ മാതാപിതാക്കൾ വാർദ്ധക്യം മൂലം സന്താനങ്ങളെടുത്ത് വന്നാൽ, മാതാപിതാക്കൾ ഒരാളായാലും രണ്ടായാലും സന്താനങ്ങളെടുത്തായാൽ ആ മാതാപിതാക്കൾക്ക് വേണ്ടുന്ന സേവനങ്ങളും ഒത്താശകളും ചെയ്തു കൊടുത്ത് സ്വർഗത്തിലെത്തിക്കാത്ത സന്താനങ്ങളെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും ദൂരെയായി പോകട്ടെ, അള്ളാഹു ശപിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമീൻ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ പടിയിൽ ഞാൻ കാലുവെച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയുണ്ടായി, ആരുടെ മുമ്പിൽ തങ്ങളെപ്പറ്റി പറയുന്നുവോ അവർ തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലിയില്ല എങ്കിൽ അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമീൻ പറയുകയുണ്ടായി. ഈ മൂന്ന് ദോഷങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂൽ ആമീൻ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ 3 ദോഷത്തെ തൊട്ടും അള്ളാഹുവിനോട് നമ്മൾ കാവലിനെ തേടുക. അള്ളാഹു ഈ ദോഷത്തെ തൊട്ടും നമ്മളെല്ലാം അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിൽ അള്ളാഹു പറഞ്ഞ ഒരു ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളോട് ഓതി കേൾപ്പിച്ചു. ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുവും അവൻ്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലുന്നു. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളും ആ നബിയുടെ പേരിൽ ധാരാളമായി സലാത്ത് ചൊല്ലുവീൻ എന്ന് ഈ വചനം അള്ളാഹുവിൻ്റെ റസൂൽ സഹാബാക്കളോട് ഓതി കേൾപ്പിച്ചപ്പോൾ സഹാബാക്കൾ ചോദിക്കുകയുണ്ടായി, കൈഫ നുസല്ലി യാ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾ എങ്ങനെയാണ് തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലേണ്ടത്, അത് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാലും. കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലു സലാത്തുൽ ഇബ്രാഹിമിയ, ഇബ്രാഹിമിയ സലാത്ത് ധാരാളമായി ചൊല്ലണമെന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, സലാത്തുകളിൽ ഏറ്റവും പ്രിയങ്കരം സലാത്തുൽ ഇബ്രാഹിമിയാണ്. നമ്മൾ നമസ്കാരത്തിലും മയ്യത്ത് നമസ്കാരത്തിലും ഒക്കെ ചൊല്ലുന്ന ഇബ്രാഹിമിയ സലാത്താണ് സലാത്തുകളിൽ ഏറ്റവും പ്രിയങ്കരം.
സലാത്തിൻ്റെ മഹത്വം, 1-2 സലാത്തുകളുടെ മഹത്വങ്ങളെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാം. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസിൽ പറയുന്നു, കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ദിക്റത ഇൻദഹു ഫൈസല്ല അലയ്യ വമൻ സല്ല അലയ്യ മർറത്തൻ ഫസല്ലല്ലാഹു അലൈഹി അശറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ദിക്റത ഇൻദഹു, ആരുടെ മുമ്പിൽ നിങ്ങൾ എന്നെപ്പറ്റി പറയുന്നവോ, ഫൈസല്ലിൽ അലയ്യ, അവർ എൻ്റെ മേലിൽ സലാത്ത് ചൊല്ലിക്കൊള്ളട്ടെ, വമൻ സല്ല അലയ്യ മർറത്തൻ, ആരെങ്കിലും എൻ്റെ മേൽ ഒരു പ്രാവശ്യം സലാത്ത് ചൊല്ലിയാൽ, ഫസല്ലല്ലാഹു അലൈഹി അശറ, അള്ളാഹു അവരുടെ മേൽ 10 സലാത്തായി വർഷിക്കുന്നതാണ്. അപ്പോൾ ഒരു സലാത്തിന് 10 സലാത്തായി അള്ളാഹു എഴുതപ്പെടുന്നതാണ്. 10 സലാത്ത് 10 ദറജകൾ അവർക്ക് ഉയർത്തപ്പെടുന്നു. അതായത് 10 പദവികൾ മാത്രമല്ല, 10 പദവികൾ എന്നത് 10 അടിമകളെ മോചിപ്പിക്കുന്ന പ്രതിഫലമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. മാത്രമല്ല 100 സലാത്ത് ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ചൊല്ലിയാൽ അള്ളാഹു യൗമൽ ഖിയാമത്ത് നാളിൽ ആ മനുഷ്യൻ്റെ നെറ്റിയിൽ ബറാഅത്ത് മിനൻ നിഫാഖി, കപട വിശ്വാസത്തിൽ നിന്നും ഒഴിവായവൻ, ബറാഅത്ത് മിനൻ നാരി, നരകശിക്ഷയിൽ നിന്ന് ഒഴിവായവൻ എന്ന് അള്ളാഹു ആ മനുഷ്യൻ്റെ നെറ്റിയിൽ മുദ്ര വയ്ക്കുന്നതാണെന്നും അവരെ ശുഹദാക്കളുടെ കൂട്ടത്തിൽ യാത്ര അയക്കുന്നതുമാണെന്ന് കാല സയ്യിദിന റസൂലുള്ളാഹി. കൂടാതെ അവർക്ക് ഒരു പ്രകാശം അവരുടെ വിജയത്തിന് വേണ്ടി, അവരുടെ ഖിയാമത്ത് നാളിൻ്റെ വിജയത്തിന് വേണ്ടി ഒരു പ്രകാശം അവരുടെ മുമ്പിൽ കൂട്ടായിരിക്കുമെന്നും ആ പ്രകാശം ലോകത്തുള്ള സർവ്വ സൃഷ്ടികൾക്ക് കൊടുത്താലും അത് മതിയാകുന്നതാണെന്ന് കാല സയ്യിദിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസിൽ കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന അവ്വലൻ നാസി യൗമൽ ഖിയാമത്തി അക്സറഹും അലയ്യ സ്വലാത്തിൻ. ഇന്ന അവ്വലൻ നാസി യൗമൽ ഖിയാമത്തി, തീർച്ചയായും ഖിയാമത്ത് നാളിൽ ജനങ്ങളിൽ ഏറ്റവും എന്നോടടുത്തവർ അക്സറഹും അലയ്യ സ്വലാത്തിൻ, എൻ്റെ മേലിൽ ധാരാളം സലാത്ത് ചൊല്ലിയ ആളായിരിക്കും എന്ന് കാല സയ്യിദന വ ഷഫീന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത മറ്റൊരു ഹദീസിൽ പറയുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ മലായികത്ത സയ്യാഹീന യുബല്ലിഊനി അൻ ഉമ്മത്തി സലാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ മലായികത്ത സയ്യാഹീന, അള്ളാഹുവിന് ഭൂമിയിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം മലക്കുകളുണ്ട്. അള്ളാഹു ധാരാളം മലക്കുകളെ പല ഡ്യൂട്ടിക്കായി അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരു വിഭാഗം മലക്കുകൾ സലാത്തിനെ കൊണ്ടെത്തിക്കുന്നവർക്കാണ്, അതിനു വേണ്ടിയാണ് നിയമിച്ചിരിക്കുന്നത്. അതാണ് പറഞ്ഞത്, ഭൂമിയിൽ ധാരാളം മലക്കുകൾ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെ യുബല്ലിഊനി, എനിക്ക് എത്തിച്ചു തരുന്നു, അൻ ഉമ്മത്തി സലാമ, എൻ്റെ ഉമ്മത്തികളുടെ സലാത്തിനെ എൻ്റെ അടുക്കൽ എത്തിക്കപ്പെടുന്നു എന്ന് കാല സയ്യിദിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു ദിവസം ഒരു മനുഷ്യൻ മൻസല്ല അലയ്യ, എൻ്റെ പേരിൽ സലാത്ത് ചൊല്ലിയാൽ, ഹീന യുസ്ബിഹി അശറ, സുബഹിക്ക് രാവിലെ 10 സലാത്തും, വഹീന യുംസി അശറ, വൈകിട്ട് 10 സലാത്തും ചൊല്ലുന്നവർക്ക് അദ്റകതഹു ശഫാഅത്തു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞാൻ അവർക്ക് ശുപാർശ ചെയ്യുകയും അവർക്ക് സാക്ഷിയാകുകയും ചെയ്യുന്നതാണെന്ന് കാല സയ്യിദന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, സലാത്തിൻ്റെ മഹത്വങ്ങളാണ് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി ധാരാളം സലാത്തുകൾ ചൊല്ലുക. കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ ജാ അഹദുക്കും ഫിൽ മസ്ജിദി, ആരെങ്കിലും പള്ളിയിലേക്ക് കടന്നാൽ ഫൽയുസല്ലിം അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരാദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലട്ടെ. സുമ്മലേഖൂലു, പിന്നെ അവർ പറയണം, അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബി റഹ്മതിക, അല്ലാഹുവേ എനിക്ക് നിൻ്റെ റഹ്മത്തിൻ്റെ വാതിൽ, നിൻ്റെ കാരുണ്യത്തിൻ്റെ വാതിൽ എനിക്ക് തുറന്നു തരണേ അല്ലാഹ്. ഫൈദാ ഹറജ മിനൽ മസ്ജിദി, അവർ പള്ളിയിൽ നിന്നും പുറത്തിറങ്ങിയാൽ ഫൽയുസല്ലിം അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സലാത്ത് ചൊല്ലുകയും സുമ്മലയക്കുൽ പിന്നെ പറയണം അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബി ഫളലിക, അല്ലാഹുവേ നിൻ്റെ റിസ്ക്കിൻ്റെ വാതിൽ, നിൻ്റെ അനുഗ്രഹത്തിൻ്റെ വാതിൽ എനിക്ക് തുറന്നു തരണേ നാഥ എന്ന് പ്രാർത്ഥിക്കണം എന്ന് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഒരു വ്യക്തി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയുണ്ടായി, ഈ കാത്തിൽ ഷജാഅത്ത ധീരതയ്ക്ക് വേണ്ടി പോരാടുന്നവരും വൈ കാത്തിൽ ഹമിയത്ത ഗോത്ര താല്പര്യത്തിന് വേണ്ടി പോരാടുന്നവരും വൈ കാത്തിൽ രിയാവു പേരും പ്രശസ്തിക്കും വേണ്ടി പോരാടുന്നവരിൽ അയ്യുദാലിക ഫീ സബീലില്ലാഹി യാ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്ന പടയാളി ആരാണ് നബിയെ? കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ ഫഹുവ ഫീ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ കലിമത്ത്, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയും അതിൽ ഉന്നതി പ്രാപിക്കുകയും ചെയ്യണം. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഉന്നതി പ്രാപിച്ച് അതനുസരിച്ച് ജീവിക്കുന്നവരാണ് ഫഹുവ ഫീ സബീലില്ലാഹി, അവരാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലെ പടയാളിയെന്ന് കാല സയ്യിദനാ റസൂലുള്ളാഹി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക. പരിശുദ്ധ ഖുർആൻ സൂറത്തിൽ മായിദയിൽ അള്ളാഹു പറയുന്നുണ്ട്, 5-ാമത്തെ സൂറത്തിൽ 5-ാമത്തെ ആയത്തിൻ്റെ അവസാനം അള്ളാഹു പറയുന്നുണ്ട്, നമ്മൾ ഈ നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം അള്ളാഹു സ്വീകരിക്കണം. പ്രിയപ്പെട്ടവരെ, ഇത് ഇൻഷാ അല്ലാഹ് ഇത് അടുത്ത ഇതിൽ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. നമ്മുടെ സൂറത്തുൽ ഫാത്തിഹ ഒരു ഓപ്പണിംഗ് ചാപ്റ്ററാണ്. സൂറത്തുൽ ഫാത്തിഹ ഉമ്മുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന സൂറത്തുൽ ഫാത്തിഹ അത് നമ്മൾ ഓതി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ഈ ആയത്ത് അള്ളാഹുവിനോട് നമ്മൾ ഒരു കരാർ ചെയ്യുന്ന ആയത്താണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവുമായിട്ട് നമ്മൾ ഉടമ്പടി ചെയ്യുകയാണ്. പരിശുദ്ധമായ ഖുർആൻ്റെ ബേസിക് ഇതാണ്, മനസ്സിലാക്കുക. നമ്മൾ നമസ്കരിക്കാൻ 17 പ്രാവശ്യം നമ്മൾ ഫർള് നമസ്കാരത്തിന് കൈകെട്ടി പറയുന്നുണ്ട്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, സർവശക്തനായ നാഥ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, വ ഇയ്യാക നസ്തഈൻ നിന്നോട് മാത്രമാണ് സഹായം തേടുന്നത് എന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് ഉടമ്പടി ചെയ്യുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വാഗ്ദാനം ലംഘിക്കാൻ പാടില്ല. സത്യവിശ്വാസികളായ നമ്മൾ ഈ വാഗ്ദാനത്തെ ലംഘിക്കാതെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നവരാകണം. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന തൗഹീദിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. അതിൻ്റെ പൊരുൾ നമ്മൾ മനസ്സിലാക്കി ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, സത്യവിശ്വാസത്തിൽ അള്ളാഹു പറഞ്ഞ സത്യവിശ്വാസത്തിൽ നമ്മൾ സത്യനിഷേധം കാണിക്കരുത്. അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മായിദയിൽ 5-ാമത്തെ അതിൽ 5-ാം സൂറത്തും 5-ാമത്തേതാണ്. 5-ാമത്തെ ആയത്തിൻ്റെ അവസാനം അള്ളാഹു പറയുന്നുണ്ട്, വമൻ യക്ഫിറു ബില്ലാഹി ഫഖദ് ഹബിത അമലുഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. അള്ളാഹു പറയുന്നു, അള്ളാഹു പറഞ്ഞ സത്യവിശ്വാസത്തെ ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ ഫഖദ് ഹബിത അമലുഹു അവരുടെ കർമ്മങ്ങളെല്ലാം അള്ളാഹു നിഷ്ഫലമാക്കി കളയുമെന്നും വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ അവരാണ് പരലോകത്തെ പരാജിതരെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല, സൂറത്തുൽ മുഅ്മിൻ ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. സൂറത്തുൽ മുഅ്മിൻ 60-ാമത്തെ ആയത്തിലും അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദാനമുണ്ട്. വഖാല റബ്ബുക്കും, അള്ളാഹു പറയുന്നു, നമ്മളോട് അള്ളാഹു പറഞ്ഞു തരികയാണ്, ഉദൂനി അസ്തജ്ബ് ലക്കും, നിങ്ങൾ എനിക്ക് ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. എന്നിട്ട് അടുത്തതായി അള്ളാഹു പറയുന്നു, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എൻ്റെ ആരാധനയിൽ എന്നെ ആരാധിക്കുന്നതിൽ ആരെങ്കിലും അഹങ്കാരം കാണിച്ചു കഴിഞ്ഞാൽ സയദ്ഖുലൂന ജഹന്നമ ദാഹിരീൻ, അള്ളാഹു നിന്ദ്യമായി നരകത്തിലേക്ക് ആ മനുഷ്യരെ നിന്ദ്യരായി നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന തൗഹീദിൽ ഉറച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുകയും പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് മുത്തഖീങ്ങളായി ജീവിച്ച് നമ്മൾ മുഹ്സിനീങ്ങളായി അള്ളാഹുവിനെ കണ്ടുമുട്ടണം. പ്രിയപ്പെട്ടവരെ, എങ്കിൽ മാത്രമേ നമുക്ക് വിജയമുണ്ടാകുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം അറിഞ്ഞ് പരിശുദ്ധമായ ഖുർആൻ പഠിച്ച് അതിൻ്റെ ആയത്തുകൾ, പ്രിയപ്പെട്ടവരെ, ഓരോ ആയത്തെങ്കിലും നമ്മൾ അതിൻ്റെ മലയാള തർജ്ജമ കൊണ്ട് വായിച്ച് മനസ്സിലാക്കി നമ്മുടെ ഹൃദയങ്ങളിൽ പരിവർത്തനം ഉണ്ടാകണം.
ഖുർആനും ഹദീസുകളും കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടാക്കണം പ്രിയപ്പെട്ടവരെ. എങ്കിൽ മാത്രമേ നമുക്ക് പരലോകത്ത് വിജയമുള്ളൂ എന്ന സത്യം മനസ്സിലാക്കി നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ അർശിൻ്റെ പൂങ്കാവനത്തിൽ നമുക്ക് ഒത്തുകൂടുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു നമ്മളിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ തെറ്റുകളും വലുതും ചെറുതുമായ എല്ലാ തെറ്റുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത് നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ തണലില്ലാത്ത അള്ളാഹുവിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലില്ലാത്ത മഹിശറാ ദിനത്തിൽ അള്ളാഹുവിൻ്റെ സിംഹാസനമായ അർശിൻ്റെ തണൽ ഞങ്ങൾക്ക് ഏകനേ റഹ്മാനെ. സർവശക്തനായ നാഥ, ഞങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ സബലീകരിക്കണേ റഹ്മാനെ. യാ അല്ലാഹ് ദുആയെ നീ കബൂലാക്കണേ റഹ്മാനെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ വഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിഹ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഇല്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين يا رب العالمين. السلام عليكم ورحمة الله وبركاته.